الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وهم يسترخون فيها ربنا أخرجنا نعمل صالحا غير الذي كنا نعمل أولم نعمركم ما يتذكر فيه من تذكر وجاءكم النذير فذوقوا فما للظالمين من نصير. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ പടച്ച തമ്പുരാൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അങ്ങനെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഭക്തന്മാരായ ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുണ്ടായ മഹത്തായ ഒരു മുഅ്ജിസത്തായ ഇസ്രാ മിഅ്റാജിനെ കുറിച്ചായിരുന്നു നാം സംസാരിച്ചിരുന്നത്. പ്രവാചകന് അള്ളാഹു നൽകിയിട്ടുള്ള ഒരു സമ്മാനവും ഒരു ആശ്വാസവുമാണ് ആ ഇസ്രാ മിഅ്റാജ് എന്ന് നാം മനസ്സിലാക്കുകയുണ്ടായി. അങ്ങനെ പ്രവാചകൻ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലെത്തുകയും അവിടെ നിന്ന് ആകാശാരോഹണം നടത്തുകയും ഓരോ ആകാശങ്ങളിലും പല പ്രവാചകന്മാരെ കണ്ടുമുട്ടുകയും ആകാശത്തിലെ കഅബ എന്നറിയപ്പെടുന്ന സ്ഥലത്തെത്തുകയും അവിടെ നിന്നങ്ങോട്ട് അതിൻ്റെ ഏറ്റവും അങ്ങേ തലക്കലുള്ള സിദ്റത്തുൽ മുൻതഹ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തുകയും അവിടെ നിന്നങ്ങോട്ട് മറ്റാർക്കും പ്രവേശനമില്ലാത്ത അള്ളാഹുവിൻ്റെ അർശാണ് പിന്നീട് അവിടേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് കഴിഞ്ഞ ഖുതുബയിൽ വളരെ ലളിതമായ രൂപത്തിലും ഹ്രസ്വമായ രൂപത്തിലും നാം വിശദീകരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അള്ളാഹുവിൻ്റെ അടുക്കലെത്തി അള്ളാഹുവുമായിട്ടുള്ള മുനാജാത്താണ്. പിന്നെ ആ മുനാജാത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല, അപ്പോൾ നമ്മൾ പല ഇബാദത്തുകൾ നിർവഹിക്കുന്നുണ്ട്. നമസ്കാരമുണ്ട്, നോമ്പുണ്ട്, ഹജ്ജുണ്ട്, സക്കാത്തുണ്ട്, പലതുമുണ്ട്. ഈ ഇബാദത്തുകളെല്ലാം, കർമ്മങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിച്ചിട്ടുള്ളത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകന് വഹ്യി നൽകുന്നതിലൂടെയാണ്.
എന്നാൽ അള്ളാഹു നേരിട്ട് പ്രവാചകന് നൽകിയിട്ടുള്ളതാണ് ഈ പറയുന്ന നമസ്കാരം എന്നത്. അള്ളാഹു തന്നെയാണ് നേരിട്ട് പ്രവാചകന് അത് നിർബന്ധമാണ് എന്നറിയിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഉഅ്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാസൻ. ആ അള്ളാഹുവുമായിട്ടുള്ള മുനാജാത്തിൻ്റെ ആ സമയത്ത് 3 കാര്യങ്ങൾ അള്ളാഹു പ്രവാചകന് നൽകപ്പെട്ടു. ഒന്ന് അസ്വലവാത്തിൽ ഹംസ, 5 നേരത്തെ നമസ്കാരമാണ്. രണ്ടാമത്തത് വഉഅ്തിയ ഖവാതീമ സൂറത്തിൽ ബഖറ, സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്ത്. നമ്മൾ സാധാരണ ആമന റസൂൽ എന്ന് പറഞ്ഞ് പഠിച്ചു വെക്കാറുണ്ട്. ഉറങ്ങുന്ന സമയത്തൊക്കെ അത് പാരായണം ചെയ്യുക എന്നുള്ളത് സുന്നത്തായിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ അർത്ഥവും ആശയവും വളരെ ഗാംഭീര്യമുള്ളതാണ്. ആ 2 ആയത്തുകൾ അള്ളാഹു നേരിട്ട് നൽകിയിട്ടുള്ള ആയത്തുകളിൽപ്പെട്ടതാണ്. ബാക്കിയുള്ള ഖുർആനിലെ വചനങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന നൽകിയിട്ടുള്ള വചനങ്ങളാണ്. മൂന്നാമത് പ്രവാചകൻ പറയുന്നു, വഗുഫിറ ലിമൻ ലം യുശ്രിക് ബില്ലാഹി മിൻ ഉമ്മത്തിഹി ശൈഅൻ ദഖലൽ ജന്ന. എൻ്റെ സമുദായത്തിൽ നിന്ന് ശിർക്ക് ചെയ്യാതെ മരണപ്പെട്ടു പോകുന്ന ആളുകൾ അവർ ഏതെങ്കിലും ഒരു കാലത്ത് സ്വർഗത്തിലെത്താതിരിക്കുകയില്ല. അവർ ചെയ്തു പോയ തിന്മകൾക്കും തെറ്റുകൾക്കും അനുസരിച്ചുകൊണ്ട് അവർ നരകശിക്ഷ അനുഭവിക്കേണ്ടി വന്നാലും ഏതെങ്കിലും ഒരു കാലത്ത് തൗഹീദോട് കൂടി ജീവിച്ചിട്ടുള്ള ആളുകൾ എന്തായാലും അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ അവസാനമെത്തപ്പെടും. ഈ 3 കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ അർശിൻ്റെ അടുത്ത് വെച്ചുള്ള അള്ളാഹുവുമായിട്ടുള്ള മുനാജാത്തിൻ്റെ സമയത്ത് നൽകിയിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഞാൻ ഈ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞിട്ടുള്ളതും ഇന്ന് പറയുന്നതുമായ കാര്യങ്ങളുമൊക്കെ വളരെ കുറച്ചു മാത്രമേ ഞാൻ വിശദീകരിക്കുന്നുള്ളൂ, സൂചനകൾ മാത്രമേ നൽകുന്നുള്ളൂ. ആ അവസ്ഥയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് തിരിച്ചു പോരുകയാണ്. അവിടെ ഒരുപാട് കാഴ്ചകൾ പ്രവാചകൻ കാണുന്നു. ആ കാഴ്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മാലിക് എന്ന മലക്കിനെ കണ്ടു. നരകത്തിൻ്റെ കാവൽക്കാരനായ മലക്കാണ് മാലിക്കൻ. ആ മാലിക് എന്ന മലക്ക് വളരെ ഗൗരവ സ്വഭാവത്തോട് കൂടിയുള്ള ആളും അല്പം പോലും പുഞ്ചിരിക്കാത്ത വ്യക്തിയുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ ഈ രൂപത്തിൽ ഇത്രയും ഗൗരവമായ അവസ്ഥയിൽ? അപ്പൊ ജിബ്രീൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ലം യൽഹഖു മുൻദു ഖുലിഖ. ആ മാലിക്കിനെ സൃഷ്ടിക്കപ്പെട്ടത് മുതൽ ആ മാലിക് എന്ന മലക്ക് ചിരിച്ചിട്ടില്ല. വലൗ ളുഹിക ഇലാ അഹദിൻ ലളഹിക ഇലൈക. ആരോടെങ്കിലും ചിരിക്കുമായിരുന്നുവെങ്കിൽ സൃഷ്ടികളിൽ അത്യുത്തമനായ അങ്ങയോട് ആ മാലിക് ചിരിക്കേണ്ടിയിരുന്നു. അപ്പൊ നരകത്തിൻ്റെ കാവൽക്കാരനായ ആ മലക്ക് അതേ ഗൗരവത്തോടു കൂടി തന്നെയാണുള്ളത്. പ്രവാചകനോട് പോലും ഒന്ന് പുഞ്ചിരിച്ചിട്ടില്ല. ആ രൂപത്തിൽ മാലിക് എന്ന മലക്കിനെ കണ്ടു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സ്വർഗവും നരകവും അവിടെ പ്രദർശിപ്പിക്കപ്പെടുകയും അവിടെയുള്ള കാഴ്ചകൾ പ്രവാചകന്റെ മുമ്പിൽ കാണുന്ന രൂപത്തിൽ അള്ളാഹു അവതരിപ്പിക്കുകയും ചെയ്തു. അവിടെയുള്ള ഒരു കാഴ്ച ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു കാഴ്ചയാണ്. അവിടെ ഒരു രക്തപ്പുഴയുണ്ട്. നഹ്രിൻ മിൻ ദമിൻ, ഒരു രക്തപ്പുഴ, ഒരു ചോരപ്പുഴയുണ്ട്. അതിൽ ഒരു മനുഷ്യനുണ്ട്, ഒരാളുണ്ട്. അയാൾ ആ രക്തപ്പുഴയിൽ നിന്ന് കരയിലേക്ക് എത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അയാൾ ആ കരയിലേക്ക് എത്തുന്ന സമയത്ത് കരയിലുള്ള ആളുകൾ അയാളെ വീണ്ടും ആ രക്തപ്പുഴയിലേക്ക് തന്നെ എറിഞ്ഞാട്ടുകയാണ്. കല്ലെടുത്തുകൊണ്ട് അവർ അങ്ങോട്ട് തന്നെ എറിഞ്ഞാട്ടുകയാണ്. പിന്നീടും അയാൾ ആ രക്തപ്പുഴയുടെ മധ്യത്തിലെത്തുന്നു. അയാൾ എങ്ങനെയെങ്കിലും ഒന്ന് കരക്കെത്തിക്കിട്ടാൻ വേണ്ടി കഠിനമായി പരിശ്രമിച്ചുകൊണ്ട് ആ കരയിലേക്ക് നീന്തുന്നു. വീണ്ടും ഇവർ അങ്ങോട്ട് തന്നെ എറിഞ്ഞാട്ടുന്നു. ഇങ്ങനെയുള്ള ഒരു അത്ഭുത രംഗം കണ്ടപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ആരാണ് പ്രവാചകരെ ഇത്? ഖുൽതു മാ ഹാദല്ലദീ റഅയ്തുഹു ഫിൻ നഹ്രി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ
ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകപ്പെട്ടുള്ള മറുപടി ആക്കിലു റിബ, അവർ പലിശ ഭുജിച്ചിട്ടുള്ള ആളുകളാണ്. പലിശ ഭുജിച്ചിട്ടുള്ള, പലിശ ഉപയോഗിക്കുന്ന, പലിശയുമായി ഇടപാടുകൾ നടത്തുന്ന, പലിശ തിന്നുകയും അതുമായി ഇടപഴകുകയും ചെയ്യുന്ന, അത് വിനിയോഗിക്കുന്ന അത്തരത്തിലുള്ള ആളുകളാണ് ഇങ്ങനെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഈ രക്തപ്പുഴയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത വിധത്തിൽ കഠിനമായ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇസ്രാ മിറാജിലുള്ള പ്രത്യേകതയും പുണ്യവും അതിൻ്റെ പോരിശയും എന്ന് പറയുന്നത് ആരും പഠിപ്പിക്കാത്ത ഏതെങ്കിലും ഒരു ദിവസത്തിൽ ഒരു നോമ്പ് നോൽക്കുക എന്നുള്ളതല്ല. അങ്ങനെ ഒരു നോമ്പ് ആരും പഠിപ്പിച്ചിട്ടില്ല. ആ ദിവസത്തിന് പ്രത്യേകമായി ഒരു നമസ്കാരമോ ദിക്റോ ഇല്ല, പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. ആ രൂപത്തിൽ ഒരു കാര്യങ്ങളും പ്രത്യേകമായി പറഞ്ഞിട്ടില്ല. എന്നാൽ ഇസ്രാ മിറാജിൽ നിന്ന് പഠിക്കേണ്ട ഗുണപാഠമാണിത്. പ്രവാചകൻ കണ്ട ഈ കാഴ്ചയിൽ നിന്ന് നമ്മെ ആ പലിശയുമായി ഇടപഴകുന്ന ആളുകളാണ് എങ്കിൽ അത് തിരുത്താനും മാറി നിൽക്കാനും, ഈ രംഗം കേൾക്കുമ്പോൾ, ഈ അവസ്ഥ പ്രവാചകൻ കണ്ട അവസ്ഥ പ്രവാചകൻ പറയുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് കഴിയണം. അതാണ് അതിൻ്റെ ഗുണപാഠം. അതുപോലെ അതുമായി ബന്ധപ്പെട്ട മറ്റൊരു ഹദീസിൽ പ്രവാചകൻ പറഞ്ഞത് പലിശ ഭുജിക്കുന്ന ആളുകൾ വലിയ കൊടവയറന്മാരായി ഞാൻ അവിടെ കാണപ്പെട്ടു. വലിയ വയറുള്ളവരായിക്കൊണ്ട് അവർ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒന്ന് മാറി നിൽക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല. അത്രക്ക് വലിയ കൊടവയറന്മാരായി കാണപ്പെട്ടു എന്നതാണ്. അപ്പോ നരകം പ്രദർശിപ്പിക്കപ്പെട്ടപ്പോഴുള്ള ഒരു കാഴ്ച അതാണ്. മറ്റൊരു കാഴ്ച, ചില ആളുകളുണ്ട്, അവർക്ക് ലഹും അൽഫാറും മിൻ നുഹാസ്, ചെമ്പ് കൊണ്ടുള്ള നഖങ്ങളാണ് അവർക്കുള്ളത്. അവരുടെ നഖങ്ങൾ ചെമ്പ് കൊണ്ടുള്ള നഖങ്ങളാണ്. ആ നഖങ്ങൾ കൊണ്ട് അവരുടെ മുഖവും അവരുടെ ഹൃദയങ്ങളും അവരുടെ ശരീരത്തിന്റെ മാറിടങ്ങളുമെല്ലാം മാന്തി പൊളിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രവാചകൻ ചോദിച്ചു, മൻ ഹൗലായി യാ ജിബ്രീൽ, ജിബ്രീലെ ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ആരാണ്, അവർ ചെയ്ത തെറ്റ് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ പറയപ്പെടുന്ന മറുപടി ഇവർ ആളുകളുടെ പച്ചമാംസം തിന്നവരാണ്. അവരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചവരാണ്. അഥവാ ഗീബത്തും നമീമത്തുമായി നടക്കുക, ആളുകളെ കുറിച്ച് കുറ്റവും കുറവും പറഞ്ഞുകൊണ്ട് നടക്കുക, അവരുടെ അഭിമാനത്തിന് ദോഷമുണ്ടാകുന്ന രൂപത്തിൽ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. അങ്ങനെയുള്ള ആളുകൾ, ഈ ആളുകൾ നാളെ മഹ്ശറിലെത്തുമ്പോൾ ആ നരകത്തിൽ പ്രവേശിക്കപ്പെടുകയും അങ്ങനെ അവരെ തിരിച്ചറിയുവാൻ വേണ്ടി ചെമ്പിന്റെ നഖങ്ങൾ നൽകപ്പെടുകയും ആ നഖങ്ങൾ കൊണ്ട് അവരുടെ മാറിടങ്ങളും അവരുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളും അവർ മാന്തി പൊളിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. നഅൂദു ബില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ മറ്റൊരു രംഗം പ്രവാചകൻ പറയുന്നത്, വേറെ ചില ആളുകൾ അവിടെ അവർ ചെയ്യുന്ന കാര്യം എന്തെന്നോ, അവർ ചെന്നുകൊണ്ട് വലിയ പാറകളിൽ അവരുടെ തലകൾ ഇങ്ങനെ ഇടിച്ചിട്ട് ആ രൂപത്തിൽ തലയിൽ നിന്ന് രക്തമൊലിച്ചു കൊണ്ടിരിക്കുകയാണ്. തല പാറയിലിടിച്ചിട്ട് ആ തല പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ കഴിയുമ്പോൾ ആ തല പൊളിഞ്ഞുകൊണ്ടിരിക്കുകയും എന്നിട്ട് വീണ്ടും പൂർവസ്ഥിതിയിലേക്ക് തന്നെ വരികയും വീണ്ടും അവർ ആ തല ആ പാറക്കല്ലിലിട്ട് അടിച്ചുകൊണ്ട് തല പൊളിക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഈ രംഗം കണ്ടപ്പോഴും പ്രവാചകൻ ജിബ്രീലിനോട് ചോദിച്ചു, മൻ ഹൗലായി യാ ജിബ്രീൽ, ജിബ്രീലെ ഇവരാരാണ്? ഇത്രയും ക്രൂരമായ വിധത്തിലുള്ള ഒരു ശിക്ഷ അവർക്ക് നൽകപ്പെടാനുള്ള കാരണം എന്താണ് അവർ ചെയ്ത തെറ്റ് എന്ന് ചോദിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകന് പറഞ്ഞു കൊടുക്കുന്നു, നിസ്കരിക്കാൻ വേണ്ടിയിട്ട് തല കുമ്പിടാത്തോലാണോലെ. ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമസ്കരിക്കാൻ വേണ്ടി തല താഴ്ത്താത്ത ആളുകളാണ് അവർ. സമയത്ത് നമസ്കരിക്കുന്ന കാര്യത്തിൽ മടി കാണിച്ചിട്ടുള്ള ആളുകളുമാണ് അവർ. അങ്ങനെയൊക്കെയുള്ള ആളുകളെ മഹ്ശറയിലെത്തുമ്പോൾ അവിടെ ആ നരകത്തിൽ പ്രത്യേകം കാണാനും അറിയാനും കഴിയും.
കാരണം ഇങ്ങനെയുള്ള ഓരോ ലക്ഷണങ്ങൾ പ്രവാചകൻ പറഞ്ഞു തരികയാണ്. ഈ പറഞ്ഞ രൂപത്തിൽ ഒരു വിഭാഗം ആളുകൾ എങ്ങനെ തല തല്ലിപ്പൊളിക്കുന്നത് കണ്ടാൽ നമുക്ക് അവിടെ വെച്ചുകൊണ്ട് മനസ്സിലാക്കുവാൻ സാധിക്കും, ഇവരാരാ? ഇവർ നമസ്കരിക്കാൻ മടി കാണിച്ചവരാണ്, സമയത്ത് നമസ്കരിക്കാത്തവരാണ്, അള്ളാഹുവിന്റെ മുമ്പിൽ തല കുനിക്കാൻ മടിച്ചവരാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മറ്റൊരു വിഭാഗം ആളുകൾ, ആ ആളുകൾ നല്ല തടിച്ച നല്ല മൃഗത്തിന്റെ മാംസമുണ്ട് അവിടെ, അതുപോലെ തന്നെ ചീഞ്ഞു നാറിയ മാംസവും മറ്റൊരിടത്തുണ്ട്. എന്നാൽ ഈ ആളുകൾ തടിച്ചുകൂടിയിട്ടുള്ളത് ആ ചീഞ്ഞളിഞ്ഞ മാംസത്തിന്റെ അടുത്താണ്. അതവർ വാരി വലിച്ചു തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ നല്ല മാംസം ഒരിടത്തുണ്ടായിട്ടും ചീഞ്ഞളിഞ്ഞ ഈ മാംസം തിന്നുകൊണ്ടിരിക്കുന്നത് ആരാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിച്ചപ്പോ അവർ പറഞ്ഞ മറുപടി, പ്രവാചകനോട് പറഞ്ഞ മറുപടി, ഹൗലാഇല്ലദീന യത്റുകൂന മാ അഹല്ലല്ലാഹു ലഹും മിനൻ നിസാ വയദ്ഹബൂന ഇലാ മാ ഹറമല്ലാഹു അലൈഹിം മിൻഹുന്ന. അവരാരാണെന്നോ? അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് അനുവദനീയമായ മാർഗങ്ങൾ അവന് നിശ്ചയിച്ചു കൊടുത്തിട്ടും ആ മാർഗങ്ങൾ വിട്ടുകൊണ്ട് നിഷിദ്ധമായ മാർഗങ്ങൾ സ്വീകരിച്ചിട്ടുള്ള ആളുകളാകുന്നു, വ്യഭിചാരികളാകുന്നു അവർ. മറ്റൊരു ഹദീസിൽ വ്യഭിചാരികളും വ്യഭിചാരിണികളുമാകുന്നു അവർ. ആ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചു കൊടുത്തിട്ടുള്ള ആ ലൈംഗിക വിശുദ്ധിക്ക് ആവശ്യമായിട്ടുള്ള മേഖലകൾ ഉണ്ടായിട്ടും അതിനെ ലംഘിച്ചുകൊണ്ട് ഹറാമിന്റെ വഴി, നിഷിദ്ധത്തിന്റെ വഴി തെരഞ്ഞെടുത്തിട്ടുള്ള ആളുകളാണ് ആ മഹ്ശറയിൽ ഇങ്ങനെ കാണുന്ന ചീഞ്ഞളിഞ്ഞ മാംസം, ദുർഗന്ധം വമിക്കുന്ന ആ മാംസം വാരി വലിച്ചു തിന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മറുപടി പറഞ്ഞു കൊടുക്കുകയാണ്. വേറെ ചില ആളുകളെ പ്രവാചകൻ കാണുന്നത് അനാഥകളുടെ സ്വത്തുക്കൾ ബുദ്ധിച്ചിട്ടുള്ള ആളുകൾ, അനാഥകളായ ആളുകൾ, അവരുടെ പിതാവ് മരണപ്പെട്ടു പോയതിനു ശേഷം അവരെ സംരക്ഷിക്കേണ്ടവർ, അവരോട് ഉത്തരവാദപ്പെട്ട ആളുകൾ, അതല്ലെങ്കിൽ ആ മേഖലയുമായി കൈകാര്യം ചെയ്യുന്ന ആളുകൾ, ആ ആളുകൾ അവിടെ യഥാ ഒട്ടകത്തിന്റെ ചുണ്ടുകളെപ്പോലെയുള്ള ചുണ്ടുകൾ. മറ്റൊരു ഹദീസിൽ ഒരു കത്രിക കൊണ്ട് അവിടെ ചുണ്ടുകളെ അവരിങ്ങനെ കഷ്ണിച്ചു കളയുന്നു. എന്നിട്ട് അവർ ആ നരകത്തിൽ നിന്ന് വലിയ തീക്കല്ലുകൾ എടുത്ത് ഭക്ഷിക്കുന്നു. ആ തീക്കല്ലുകൾ എടുത്ത് ഭക്ഷിക്കുകയാണ്. എന്നിട്ട് വായയിലൂടെ ആ തീക്കല്ലുകൾ അവർ കഴിക്കുകയും അവരുടെ പിൻദ്വാരങ്ങളിലൂടെ ആ കല്ലുകൾ പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. അപ്പൊ തീക്കല്ലുകൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നിസ്സാരമായി കാണേണ്ടതില്ല. നമ്മുടെ നാട്ടിലെ നാം ഉപയോഗിക്കുന്ന തീയിനേക്കാൾ 69-70 ഇരട്ടി ചൂടുള്ള തീയാണ് എന്ന് നാം ഹദീസുകളിലൂടെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ അഹ്നഫ് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് രാത്രി കിടക്കുന്ന സമയത്ത് അടുത്തുള്ള വിളക്കിന്റെ അടുക്കലേക്ക് തൻ്റെ കൈവിരൽ നീട്ടും. എന്നിട്ട് അല്പം വിളക്കിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ കൈ ചൂടാകും. ചൂടാകുന്ന സമയത്ത് അഹ്നഫ് ഇബ്നു ഖൈസ് തൻ്റെ സ്വന്തത്തോട് കൂടി ചോദിക്കും, യാ ഹുനൈഫ്, ഹുനൈഫേ, ഈ വിളക്കിന്റെ തീനാളം നിന്റെ കൈവിരലിലേക്ക് ഏറ്റപ്പോ നിനക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എന്നാൽ നാളെ നരകത്തിലെ ആ തീക്കുണ്ടത്തിലെങ്ങാനും നീ എത്തിപ്പെട്ടാൽ എങ്ങനെയാണ് നീ സഹിക്കുക? അങ്ങനെയുള്ള ആ നരകത്തിലെ തീയാണ്. അത് വാരി വലിച്ചു തിന്നുകൊണ്ടിരിക്കുന്നത് ആരാണ്? യതീമിനോട് മാന്യമായി പെരുമാറാത്തവൻ, അവരെ ഏതെങ്കിലും രൂപത്തിൽ സംരക്ഷിക്കേണ്ടതുണ്ട് എങ്കിൽ അവരെ സംരക്ഷിക്കാൻ മുന്നോട്ട് വരാത്തവൻ, അവരുടെ ധനത്തിനും അവരുടെ മറ്റ് സൗകര്യങ്ങൾക്കും വിഘാതമായി നിൽക്കുന്നവൻ, ആ രൂപത്തിലുള്ള ആളുകൾ അള്ളാഹുവിൻ്റെ ആ നരകത്തിൽ വെച്ചുകൊണ്ട് തീക്കനലുകൾ വാരി വലിച്ചു തിന്നുകൊണ്ടിരിക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വെച്ചുകൊണ്ട് കാണുകയാണ്. മറ്റൊരു വിഭാഗം അത് സ്ത്രീകളാണ്. ആ സ്ത്രീകൾ അവരുടെ മുലകളിൽ കുഞ്ഞുങ്ങളെ കെട്ടിത്തൂക്കിയിട്ടുണ്ട്. അവിടെ സ്തനങ്ങളിൽ കുഞ്ഞുങ്ങളെ കെട്ടിത്തൂക്കിക്കൊണ്ടാണ് കുറേ സ്ത്രീകളുള്ളത്.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്, ആരാണ് ജിബ്രീലേ ഇവർ ചെയ്ത തെറ്റെന്താണ് എന്ന് ചോദിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നത്, ഇവരോ ഭർത്താക്കന്മാരെ വഞ്ചിച്ചവരാണ്. ദുനിയാവിൽ അവർ ഈ കെട്ടിത്തൂക്കിയിട്ടുള്ള ഈ കുഞ്ഞുങ്ങളൊക്കെ ഭർത്താവിൻ്റെ പറ്റിൽ തന്നെയാണ്, ഭർത്താവിൻ്റെ ചെലവിൽ തന്നെയാണ്, ഭർത്താവിൻ്റെ ആ രൂപത്തിൽ അവൻ്റെ കുട്ടിയായിട്ട് തന്നെയാണ് അറിയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ആ ഭാര്യമാർ, ആ സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാരെ വഞ്ചിച്ചതാണ്. ദുനിയാവിൽ ഒരു പക്ഷേ ആരും അറിയാതെ രക്ഷപ്പെട്ടുവെങ്കിലും പടച്ചോന്റെ അടുക്കൽ രക്ഷപ്പെടാൻ കഴിയില്ല. ആ കുഞ്ഞുങ്ങളെയുമായി അങ്ങനെ വഞ്ചിച്ചിട്ടുള്ള സ്ത്രീകളെ പ്രത്യേകമായി തന്നെ കാണുന്ന ഒരു അവസ്ഥയുണ്ടാകും എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. അതുപോലെ അവിടെ ആ നരകത്തിൽ കാണുന്ന മറ്റൊരു രംഗം പ്രവാചകൻ പഠിപ്പിക്കുന്നു, തുഖ്റലു സിഫാഹും ബിമഖാരിളം മിന്നാർ. നരകത്തിൽ നിന്നുള്ള ആ തീക്കട്ടകൾ അത് വാരി വലിച്ച് തിന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ, ആ ആളുകളെ കാണുന്ന അവസ്ഥയിൽ പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, ഒന്ന് ആരാണ് പ്രവാചകരെ ജിബ്രീൽ ഈ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ഖുതബാഉം മിൻ അഹ്ലി ദുനിയ മിമ്മൻ കാനൂ യഅ്മുറൂന അന്നാസ ബിൽ ബിർരി വയൻസൗന അൻഫുസഹും. അവരാരാണെന്നോ പണ്ഡിതന്മാരായ ആളുകളാണ് അവർ, ഉലമാക്കളായ ആളുകളാകുന്നു അവർ. അവരുടെ തെറ്റെന്താ? ഉലമാക്കളായതാണോ തെറ്റ്? അതല്ല, അവർ ജനങ്ങളോട് നന്മ കൽപ്പിച്ചിരുന്നു, ജനങ്ങളോട് തിന്മ വിരോധിച്ചിരുന്നു. പക്ഷേ അതൊന്നും തന്നെ അവരുടെ ജീവിതത്തിൽ അവർ പാലിച്ചില്ല. അവർ പറഞ്ഞിട്ടുള്ള ആ നന്മകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. അവർ വിലക്കിയിരുന്ന ആ തിന്മകളിൽ നിന്ന് അവർ വിട്ടുനിന്നിരുന്നില്ല. ഇങ്ങനെ ആളുകളോട് നന്മ പറയുകയും തിന്മ വിരോധിക്കുകയും എന്നാൽ അത് ജീവിതത്തിൽ ഉൾക്കൊള്ളാതിരിക്കുകയും ചെയ്തിട്ടുള്ള പണ്ഡിതന്മാരാകുന്നു ഇവർ. ഈ തെറ്റ് ഈ രൂപത്തിൽ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർ. വേറൊരു ഹദീസിൽ പ്രവാചകൻ പറഞ്ഞത്, അങ്ങനെയുള്ള പണ്ഡിതന്മാർ അവരുടെ കുടലുകൾ ഇങ്ങനെ പുറത്തു ചാടും, എന്നിട്ട് അവർക്ക് ചുറ്റും ഇങ്ങനെ ആ കുടലിലൂടെ അവർ ഇങ്ങനെ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കും, ആസുകല്ലിൽ കഴുത ചുറ്റുന്നത് പോലെ ആ ഒരു അവസ്ഥയിൽ അവരുണ്ടാകും പണ്ഡിതന്മാരായ, ദുഷിച്ച പണ്ഡിതന്മാരായ ആളുകൾ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു തിരുവചനത്തിലും പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ പ്രവാചകൻ ഒരു ഒറ്റ നോട്ടത്തിൽ നരകത്തിലേക്ക് നോക്കിയ സമയത്ത് പ്രവാചകൻ പറഞ്ഞു, വത്തലഅ്തു ഫിന്നാർ ഫറഅയ്തു അക്സറ അഹ്ലിഹാ അന്നിസാ. ഞാൻ നരകത്തിലേക്ക് നോക്കിയപ്പോ അവിടെ അധികം ആളുകളെയും സ്ത്രീകളായിട്ടാണ് എനിക്ക് കാണാൻ സാധിച്ചത്. അധികവും സ്ത്രീകളാണ് ആ നരകത്തിലുള്ളത് എന്ന് പറഞ്ഞപ്പോ അതെന്തുകൊണ്ടാണ് പ്രവാചകൻ ഇത് വിശദീകരിച്ചപ്പോ എന്തുകൊണ്ടാണെന്ന് സ്വഹാബ വനിതകളും ഒക്കെ പ്രവാചകനോട് ചോദിച്ചു. പ്രവാചകൻ അതിന് പറഞ്ഞ മറുപടി, അവർ ശാപവാക്കുകൾ വർദ്ധിപ്പിക്കുന്നവരാണ്, ഭർത്താവിനോട് അനുസരണക്കേട് കാണിക്കുന്നവരാണ്, ധിക്കാരം കാണിക്കുന്നവരാണ്. ശാപവാക്കുകൾ നമുക്കറിയാലോ, സ്ത്രീ സമൂഹത്തിന്റെ ഒരു സ്വഭാവത്തിൽപ്പെട്ടതാണത് പലപ്പോഴും ശാപവാക്കുകൾ അധികമായി പറയുക എന്നുള്ളത്. അതുപോലെ തന്നെ എന്ത് തന്നെ നന്മകൾ ചെയ്തു കൊടുത്താലും എപ്പോഴെങ്കിലും അവരാവശ്യപ്പെട്ട എന്തെങ്കിലും ഒന്ന് അത് പൂർത്തീകരിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവിടെ മറുപടി എങ്ങനെയായിരിക്കും? അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും എനിക്ക് വല്ലതും ചെയ്തു തന്നിട്ടുണ്ടോ? കഴിഞ്ഞ കാലത്ത് പറഞ്ഞത് മുഴുവനും പൂർത്തീകരിച്ചു കൊടുത്തിട്ടുണ്ട്, എന്നാലും മറുപടി ഇങ്ങനെ ആയിരിക്കും, നന്ദികേടിൻ്റെ. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് അവർ നരകത്തിൽ അധികരിക്കാൻ കാരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള ഈ ദുസ്വഭാവത്തിൽ നിന്ന് നമ്മുടെ മാതാക്കളെയും നമ്മുടെ ഭാര്യമാരെയും നമ്മുടെ കുട്ടികളെയും നമ്മുടെ സഹോദരിമാരെയും എല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ ആ നരകശിക്ഷയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഒരു അഗ്നികുണ്ഡമാണ് ആ നരകത്തിൽ തന്നെ മറ്റൊരു ഭാഗം. അതിൻ്റെ മുകൾ ഭാഗം ഇടുങ്ങിയതാണ്. ആ ഇടുങ്ങിയ ഭാഗമാണ്, അടിയിലാകട്ടെ വിശാലമായതുമാണ്. അതിൽ ആ തീ കത്തിക്കപ്പെടുന്ന സമയത്തതാ ആ നരകത്തിലുള്ള ആളുകൾ, സ്ത്രീ പുരുഷന്മാർ, അഅ്ലാഹു ലയ്യികുൻ വഅസ്ഫലുഹു വാസിയ യതവഖദു തഹ്തഹു നാർ. താഴെ തീ കത്തിക്കപ്പെടുന്ന സമയത്ത് ഇവരെല്ലാവരും ഇങ്ങനെ പൊങ്ങി വരുന്നു, സ്ത്രീയും പുരുഷനും. വഫീഹാ റിജാലും വനിസാഉൻ ഉറാത്ത്.
അതിൽ നഗ്നകളായ സ്ത്രീ പുരുഷന്മാരാണുള്ളത്. നഗ്നകളായ സ്ത്രീ പുരുഷന്മാരാണ്. കാരണം എന്താ? അവർക്ക് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഔറത്തുകൾ ഉണ്ടായിരുന്നു, മറക്കേണ്ട ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. അതൊന്നും മറക്കാതെ ദുനിയാവിൽ ജീവിച്ച ആളുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ വെറുതെ വിടുകയില്ല. ആ രൂപത്തിലുള്ള നഗ്നതകൾ മറക്കാതെയും, അതുപോലെ തന്നെ അതിന് ഉപരിയായി ഒരുപക്ഷെ പുരുഷന്മാർ ചില ആളുകളെപ്പോലെ വസ്ത്രങ്ങൾ നിലത്തഴച്ച് നടക്കുന്ന സ്വഭാവം, അങ്ങനെയൊക്കെയുള്ള ആളുകളെയും ഇത്തരത്തിലുള്ള ശിക്ഷകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിലുള്ള ശിക്ഷ നൽകുന്നതാണ് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് ഹദീസുകളിലൂടെ അവിടെയുണ്ടാകുന്ന രംഗങ്ങളെ കുറിച്ച് പറയുന്നു. അള്ളാഹു നമ്മെ ഇതിൽ നിന്നെല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൽ പ്രവാചകൻ 35-ാം അധ്യായം സൂറത്തു അൽ ഫാത്തിറിൽ പറയുന്നു, വഹും യസ്തരിഹൂന ഫീഹാ റബ്ബനാ അഖ്രിജ്നാ നഅമൽ സ്വാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമലു. പടച്ചോനെ, ഞങ്ങളെ നീ ഒന്ന് ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമോ? ഞങ്ങൾ സൽപ്രവർത്തനങ്ങൾ തന്നെ അനുഷ്ഠിച്ചു കൊള്ളാം റബ്ബേ എന്ന് മുറവിളി കൂട്ടുന്ന ആളുകൾ ആ നരകത്തിലുണ്ടാകും. നരകത്തിൽ പ്രവേശിച്ച ആളുകൾ ഇങ്ങനെ മുറവിളി കൂട്ടുന്നവരായിരിക്കും. പടച്ചോനെ, ഒന്ന് പുറത്താക്കിക്കൊണ്ട ഞങ്ങൾ നന്മകൾ തന്നെ ചെയ്തു കൊള്ളാം. അവരോട് അല്ലാഹു പറയുന്ന മറുപടി, അവലം നുഅമ്മിർകും മാ യതദക്കറു ഫീഹി മൻ തദക്കറ. ആലോചിക്കുന്ന ആളുകൾക്ക് ആലോചിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ആയുസ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടില്ലായിരുന്നുവോ? കേൾക്കാനുള്ള അവസരം കണ്ടിട്ടില്ലായിരുന്നുവോ? വജാഅകുമുൻ നദീർ, താക്കീതുകാരെ നിങ്ങൾക്ക് ഞാൻ കൊണ്ടുവന്ന് തന്നിട്ടില്ലായിരുന്നുവോ? പ്രവാചകന്മാർ വന്നിട്ടില്ലേ? പ്രബോധകന്മാർ വന്നിട്ടില്ലേ? ഖുതുബകൾ കേട്ടിട്ടില്ലേ? വഅളുകൾ കേട്ടിട്ടില്ലേ? എന്നിട്ടും നിങ്ങൾ നന്നാവാതിരുന്നതല്ലേ? ഫദൂഖൂ, ഈ ശിക്ഷ നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക. ഫമാലിൽ ളാലിമീന മിൻ നസീർ, അക്രമികളായ ആളുകൾക്ക് ഒരു സഹായിയും ഉണ്ടായിരിക്കുകയില്ല. ഈ ഗർജനം, ഈ അട്ടഹാസം, ഈ ശബ്ദകോലാഹലം ഒന്നും തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിലവെക്കുകയില്ല. അപ്പോ മിഅ്റാജ് എന്ന് പറയുന്ന ആ സംഭവത്തിൽ നിന്ന് നമുക്ക് ആ നരകശിക്ഷയുടെ കാഠിന്യവുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കുന്ന ഇതും ഇതുപോലെയുള്ളതുമായ സംഭവങ്ങളിൽ നിന്ന് ആ പറഞ്ഞ നരകത്തിൽ പ്രവേശിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണോ പറഞ്ഞത്, അതിൽ നിന്ന് മാറി നിൽക്കുവാനുള്ള ഈമാൻ ഉണ്ടാവുകയും ആ ഒരു ജീവിത രീതി സ്വീകരിക്കുകയുമാണ് വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ നന്മയുടെ വഴികളിലൂടെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന വിശ്വാസിനികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വലാത്തൻ തദൂം ബിഹി ഇലാ യൗമിൽ ഹിസാബ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത്, ഊസീകും ഇബാദുല്ലാഹി വ നഫ്സി സാനിയം ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളെയും ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജിൻ്റെ അവസരത്തിൽ നരകം പ്രദർശിപ്പിക്കപ്പെട്ട സമയത്ത് കണ്ട കാഴ്ചകളാണ്, ദയനീയമായ വേദനാജനകമായ കാഴ്ചകളിൽ ചിലതാണ് ചുരുങ്ങിയ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുപോലെ സ്വർഗവും പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ ഏറ്റവും കൂടുതൽ പാവപ്പെട്ട ആളുകളാണ് വളരെ പെട്ടെന്ന് സ്വർഗത്തിലേക്ക് പോകുന്നത്. കാരണം അവരോട് പ്രത്യേകിച്ചൊന്നും ചോദിക്കാനില്ല. മനുഷ്യർ പരാജയപ്പെടുന്ന മേഖല സാമ്പത്തിക മേഖലയാണ്. ഈ നിസ്കരിച്ചോ, നോമ്പ് പറ്റോ, അതുപോലെ ചെയ്തിട്ടുണ്ടാവും. ഹജ്ജ് പോലും ചെയ്യേണ്ടിയില്ല, സദക്ക പോലും കൊടുക്കേണ്ടതില്ല. അതുപോലെ സാമ്പത്തികമായ അവർത്തൊന്നുമില്ല. അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഒരു സ്വർഗത്ത് പോവുകയാണ്. ധനികന്മാരായ ആളുകൾ മഹ്ബൂസൂന, അവർ തടയപ്പെടുന്നവരായി പ്രവാചകനെ കാണാൻ സാധിച്ചു എന്ന്. അതുപോലെ ഒരു കണ്ണും കാണാത്തതും ഒരു ചെവിയും കേൾക്കാത്തതും ഒരു മനുഷ്യൻ്റെ ഭാവനയിൽ പോലും കടന്നു വരാത്തതുമായ സൗകര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗത്തിൽ ഒരുക്കി വച്ചിരിക്കുന്നത് എന്നാണ്. ആ കാഴ്ചപ്പാടും നമ്മളിൽ ഉണ്ടാവുകയും ആ സ്വർഗത്തിൻ്റെ ശീതളിമായ അവസ്ഥയെ സംബന്ധിച്ച് നാം മനസ്സിലാക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കഠിന ശിക്ഷയായ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട്
അവൻ്റെ അനുഗ്രഹീതമായ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, കേട്ടാൽ തന്നെ ഭയം തോന്നുന്ന, ഞെട്ടിപ്പോകുന്ന നരകശിക്ഷയുടെ ആ കാഠിന്യതയിൽ നിന്ന് ഞങ്ങളെ എല്ലാവരെയും നീ കാത്തു രക്ഷിക്കണമേ തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ കുടുംബങ്ങളെയും ഈ കഠിനമായ നരകശിക്ഷയിൽ നിന്ന് നീ കാത്തു രക്ഷിക്കണമേ തമ്പുരാനെ. നിൻ്റെ അനുഗ്രഹീതമായ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കെല്ലാവർക്കും നീ പുറത്ത് മാപ്പാക്കി തരണമേ. ഞങ്ങളുടെ മാതാപിതാക്കളും ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ അവർക്കും നീ പുറത്ത് മാപ്പാക്കി കൊടുക്കണമേ. അള്ളാഹുവെ, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് നീ ശിഫ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, പല വിധത്തിലുള്ള വിഷമതകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അത്തരത്തിലുള്ള വിഷമതകളെല്ലാം നീ മാറ്റിക്കൊടുക്കണമേ റഹ്മാനെ. ഈമാനോടുകൂടി ജീവിച്ച് അങ്ങനെ തന്നെ മരണപ്പെട്ടു പോകുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ.